നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈവനിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ സ്ത്രീ പ്രസവിച്ചു. സംഭവം തൃശൂർ പേരാമംഗലത്ത്. അമ്മയും കുഞ്ഞും സുരക്ഷിതർ. ഇരുവരും അമല ആശുപത്രിയിൽ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 24 മണിക്കൂറിനകം കാലവർഷം എത്തും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഓറഞ്ച് അലർട്ട്. പശ്ചിമ കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ. തിരുവനന്തപുരം ചാലയിൽ വെള്ളം പൊങ്ങി. കടകൾ അടച്ച് വ്യാപാരികൾ. തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക്. 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. ന്യൂസ് മലയാളം 24/7 ബിഗ് എക്സ്ക്ലൂസീവ്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് വൻ അവയവ കച്ചവട റാക്കറ്റ്. ഇടനിലക്കാർക്കും ആശുപത്രി ജീവനക്കാർക്കും പുറമെ ഡോക്ടർമാരും പങ്കാളികൾ. അവയവങ്ങൾ മുറിച്ചു വിറ്റ് നേടുന്നത് കോടിക്കണക്കിന് രൂപ. കിഡ്നിക്കും കരളിനും 15 മുതൽ 30 ലക്ഷം വരെ. കേരളത്തിൽ നടക്കുന്നത് 1000 കോടിയുടെ ക്രൂര കച്ചവടം. അവയവം നൽകിയവർക്ക് ലഭിക്കുന്നവർക്ക് നിസ്സാര തുക മാത്രം. ഇരയാകുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ദരിദ്രർ. അവയവക്കടത്തിൽ കൂടുതൽ പരാതികൾ. മൃതസഞ്ജീവനി പദ്ധതി അട്ടിമറിച്ച് അവയവ കച്ചവടം നടക്കുന്നുവെന്ന് മുല്ലശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകുമെന്നും CA ബാബു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപം. സമഗ്രമായ അന്വേഷണം വേണമെന്ന് മുരളി പെരുന്നെല്ലി MLA. ന്യൂസ് മലയാളം നടത്തിയത് 3 മാസം നീണ്ട അന്വേഷണം. പുറത്തുവിടുന്നത് 120 അവയവദാന രേഖകൾ. 25 ദാതാക്കളും 20-ലേറെ ഏജന്റുമാരും ന്യൂസ് മലയാളത്തിന്റെ ക്യാമറയിൽ. ന്യൂസ് മലയാളം 24/7 മിഴി തുറന്നു. കേരളത്തിന്റെ സ്വീകരണ മുറികളിൽ ഇനി സത്യം മുഴങ്ങും. ന്യൂസ് മലയാളം 24/7 സത്യം പറയട്ടെ. സ്വാഗതം. ന്യൂസ് മലയാളം 24/7ലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ, നിങ്ങൾ നിശ്ചയമായും അറിയേണ്ടുന്ന വാർത്തകൾ, കലർപ്പുകൾ ഒന്നുമില്ലാതെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. കനവുകൾ പലത് സത്യം പറയട്ടെ. ചിറകുകൾ പലത് വാനം നിറയുവാൻ ഒന്നായി മൊഴിയണിതിവരെ ന്യൂസ് മലയാളം. വാർത്താ ചാനലുകളുടെ പതിവ് വഴിയിൽ നിന്ന് മാറി നീങ്ങും. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ AR/VR XR സ്റ്റുഡിയോ. വിഷു ബമ്പറിൽ ഒന്നാം സമ്മാനം. ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിന് VC 490987 എന്ന നമ്പറിന് 12 കോടി സമ്മാനം. രണ്ടാം സമ്മാനം 6 പേർക്ക് 1 കോടി വീതം. ക്രമസമാധാനം നിലനിർത്താൻ പോലീസിന് അശ്ലീല പദപ്രയോഗം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പോലീസ് സ്റ്റേഷൻ ടെറർ സ്ഥലമാക്കരുതെന്നും കോടതി. വിമർശനം ആലത്തൂരിൽ SI അഭിഭാഷകനെ അപമാനിച്ച സംഭവത്തിൽ. മനുഷ്യ വന്യജീവി സംഘർഷം. 9-അംഗ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. റാപ്പിഡ് റെസ്പോൺസ് ടീമിനായി പുതിയ തസ്തിക സൃഷ്ടിക്കും. കൊച്ചി മാലിന്യ പ്രശ്നത്തിൽ ജനങ്ങൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. ടൺ കണക്കിന് മാലിന്യം പൊതുവിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. റെസിഡൻസ് അസോസിയേഷനുകളെ കക്ഷി ചേർക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. മൂന്നാർ ഭൂമി കയ്യേറ്റത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ നടപടിയെടുക്കാത്തതിൽ വിമർശനം. 42 കേസിൽ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ട് അപ്പീൽ നൽകിയില്ലെന്നും കോടതി. CBIയെ സ്വമേധയാ കക്ഷിയാക്കുമെന്നും പരാമർശം. KSEB ചെയർമാനായി ചുമതല ഏറ്റെടുത്ത് ബിജു പ്രഭാകർ. സർക്കാരിന്റെ നയങ്ങൾ തുടരും. KSRTC ചെയർമാൻ സ്ഥാനം ശരിയായിരുന്നുവെന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. KSRTC നഷ്ടത്തിലാവാൻ കാരണം ഓഫീസർമാരുടെ കുറവെന്നും ബിജു പ്രഭാകർ.
ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ സന്ദീപിന്റെ വിടുതൽ ഹർജി കോടതി തള്ളി. പ്രതിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് നിരീക്ഷണം. കൊലപാതകം, വധശ്രമം, കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തൽ നിലനിൽക്കുമെന്നും കോടതി. കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ നേതാക്കൾ പങ്കെടുത്ത സംഭവം വീഴ്ചയെന്ന് KPCC പ്രത്യേക അന്വേഷണ സമിതി. സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കളെ നേരിട്ട് കാണും. KPCC അധ്യക്ഷന് ഉടൻ റിപ്പോർട്ട് കൈമാറും. രാജ്യസഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമോ? പുതുമുഖങ്ങളും പരിഗണനയിൽ. ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്ന് PMA സലാം. അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. മദ്യനയ കേസിൽ ജാമ്യാപേക്ഷ അംഗീകരിക്കാതെ സുപ്രീം കോടതി. ജൂൺ 2 ജയിലിലേക്ക് മടങ്ങണം. പ്രജ്വൽ രേവണ്ണ ഇന്ത്യയിലേക്ക്. വെള്ളിയാഴ്ച ബംഗളൂരുവിലെത്തും. വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയെന്ന് പോലീസ്. ഷൂട്ടിംഗ് ആരംഭിക്കും മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ച് പണം തട്ടി. +1 സീറ്റ് അനുവദിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ്. വേണ്ടത് അധിക ബാച്ചുകൾ. കുട്ടികളുടെ ഭാവി തകർക്കുകയാണ് സർക്കാരെന്ന് ET മുഹമ്മദ് ബഷീർ. ബാർക്കോഴയിൽ കേസെടുക്കാനാവില്ലെന്ന് ക്രൈംബ്രാഞ്ച്. കോഴ നടന്നതിന് തെളിവില്ല. മൊഴികൾ ബാർക്കോഴ നടന്നിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുന്നത്. ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചത് കെട്ടിടം വാങ്ങാനെന്നും ക്രൈംബ്രാഞ്ച്. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ. 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി അടക്കം 57 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. പഞ്ചാബിലെയും ഹരിയാനയിലെയും എല്ലാ മണ്ഡലങ്ങളിലും ശനിയാഴ്ച വോട്ടെടുപ്പ്. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TS ഷാജിയെ കേരള ഹൈക്കോടതി സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിയമനം 3 വർഷത്തേക്ക്. മോദിക്കെതിരെ പ്രചരണം ശക്തമാക്കി ഇന്ത്യ സഖ്യം. ജൂൺ 4 നരേന്ദ്രമോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജുൻ ഖാർഗെ. കാറ്റ് മാറി വീശി തുടങ്ങിയെന്ന ആത്മവിശ്വാസത്തിൽ മമതാ ബാനർജിയും ലാലു പ്രസാദും. മോദി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകില്ലെന്ന് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ പ്രതികരണം വാരണാസിയിലെ പ്രചരണ യോഗത്തിൽ. വാരണാസിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് വൻ ശക്തി പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കന്യാകുമാരിയിൽ. വിവേകാനന്ദ പാറയിൽ 44 മണിക്കൂർ ധ്യാനത്തിലിരിക്കും. മോദിയുടെ സന്ദർശനം 3 ദിവസത്തേക്ക്. സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്ന് ഓൾ ഐസ് ഓൺ റഫ. പലസ്തീൻ അഭയാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലോകം. ഓൾ ഐസ് ഓൺ റഫ പോസ്റ്റർ പങ്കുവച്ചത് സിനിമാ താരങ്ങളും ലോക നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ. ഡൽഹിയിൽ കനത്ത ചൂടിൽ പരിശീലനം. മലയാളി പോലീസുകാരൻ മരിച്ചത് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ബിനേഷ്. ശാരീരിക അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത് 8-ലധികം ഹോട്ടലുകളിൽ നിന്ന്. 26 ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത് 4 സംഘങ്ങളായി തിരിഞ്ഞ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വ്യാജ ഡോക്ടർ പിടിയിലായത് ഡോക്ടർ എന്ന വ്യാജേന ആശുപത്രിയിലെത്തിയ ലക്ഷദ്വീപ് സ്വദേശി സുഹറാബി. മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവം കഴിഞ്ഞ ദിവസം വൈകുന്നേരം. കോട്ടയം വലിയമടക്കുളം വാട്ടർ പാർക്കിന്റെ ഫ്യൂസ് ഊരി KSEB. 13,000-ലേറെ
രൂപ കുടിശ്ശിക വരുത്തിയതിനാലെന്ന് വിശദീകരണം. വൈദ്യുതി ഇല്ലാത്തതിനാൽ 5 ദിവസമായി പാർക്ക് പ്രവർത്തനരഹിതം. പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് 2 മാസം മുൻപ്. ദുർബലമായി റിമാൽ ചുഴലിക്കാറ്റ്. കാറ്റിന്റെ വേഗത 35 മുതൽ 45 കിലോമീറ്റർ വരെ. അരുണാചൽ പ്രദേശിൽ റെഡ് അലേർട്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. മിസോറാമിൽ കരിങ്കൽ ക്വാറി തകർന്നുണ്ടായ അപകടത്തിൽ മരണം 27. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 15 കോടി ധനസഹായം പ്രഖ്യാപിച്ച് മിസോറാം മുഖ്യമന്ത്രി. ഹൈബ്രിഡ് സർവീസ് ഓപ്പറേഷൻ വെസൽ നിർമ്മിക്കാനുള്ള UK കമ്പനിയുടെ ഓർഡർ സ്വന്തമാക്കി കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓർഡറിന്റെ മൂല്യം 60 മില്യൺ യൂറോ എന്ന് റിപ്പോർട്ട്. പുതിയ കരാറിലൂടെ ഊർജ്ജ വിഭാഗത്തിൽ ശക്തി തെളിയിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ്. T20 ലോകകപ്പിനായി ന്യൂയോർക്കിൽ പരിശീലനം തുടങ്ങി ടീം ഇന്ത്യ. ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരം ബുധനാഴ്ച. ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ 5-ന് അയർലൻഡിനെതിരെ. കോഹ്ലിയും രോഹിത്തും തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് സഞ്ജയ് മഞ്ജരേക്കർ.